നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ, ഞാൻ ഇവിടുത്തെ ഒരു ചീട്ടുകളി ചാമ്പ്യൻ ആയിരുന്നു. ചീട്ട് കളിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുമില്ല. അപ്പോ നീ എനിക്ക് പറ്റിയ ആള് തന്നെയാ. നിനക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതാ ഞാൻ ഒന്നും പറയാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇപ്പൊ ഞാൻ ഹാപ്പിയായി. ചീട്ട് കളിക്കാൻ എനിക്കൊരു കമ്പനി ആയല്ലോ. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? ഇത് പോലീസുകാരെയും നാട്ടുകാരെയും വെട്ടിച്ച് നടത്തുന്ന ഒരു ഏർപ്പാടാ. ആ, ആദ്യ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പണം വെച്ചുള്ള കളിയല്ലേ? അതെ. അല്ല, പബ്ലിക്കായിട്ട് നടത്താൻ പറ്റില്ലല്ലോ. ഒളിച്ചും പാത്തും അല്ലേ പറ്റൂ. അളി, നീ ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരും. ആ, എങ്ങനെ കളിച്ച് പണം വരാറുണ്ടോ? ഒന്നും പറയണ്ട അളിയാ. ഇടയ്ക്കൊക്കെ നല്ല കോൾ ഒത്തുവരുമായിരുന്നു. പക്ഷെ ഈ ഇടയായിട്ട് ആകെ പൊട്ടി പൊളിഞ്ഞോണ്ടിരിക്കുക. അതൊക്കെ ഒരു രാശിയാളിയാ. അല്ല, നീ ഇന്നൊരു കൈ നോക്കുന്നോ? ചീട്ടുകളി എന്ന് വെച്ചാൽ എനിക്ക് വല്ലാത്തൊരു ലഹരിയാ. കളിക്കണമെന്നുണ്ട്, പക്ഷെ കയ്യില് കാശില്ല. ശമ്പളം കിട്ടിയെങ്കിൽ ഒന്ന് നോക്കായിരുന്നു. എടാ, നിന്റെ രൂപ പോലും ഇരിപ്പുണ്ടോ? നീ കടമായിട്ട് തന്നാ മതി. ജയിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാശ് തിരികെ തരാം. ഇല്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോ നിന്റെ കടഞ്ഞ വീട്ടിൽ കൊള്ളോടാ. എടാ, ഞാൻ പണം തരാതെ ഇരിക്കില്ല. ശരി, ഇന്ന് ഞാൻ കളിക്കുന്നില്ല. കളിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന പണം നിനക്ക് തരാം. ദാ, ഇത് വെച്ച് നീ ഭാഗ്യം പരീക്ഷിക്ക്. നീ എന്താ നോക്കിയിരിക്കുന്നെ? നീ വരുന്നില്ലേ? വാ. നീ കളിക്കുന്നുണ്ടോ? കാശില്ല. കാശില്ലേ? വിട്ടോ വിട്ടോ വിട്ടോ. നിങ്ങൾ കളിക്കുന്നുണ്ടോ? വൈ വൈ വൈ, കാശ് വൈ. കണ്ടാടാ, ദാ ഇത് നീ എനിക്ക് തന്ന പൈസയും അതിന്റെ പലിശയും കൂട്ടുപലിശയും എല്ലാം ഉണ്ട്. ആ മോളെ, ഇത് പിടിച്ചേ. എന്താ ഇത്? ഇത് കുറച്ച് സ്വീറ്റ്സാ. സ്വീറ്റ്സോ? ആ. എന്താടാ പതിവില്ലാതെ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട്? നിന്റെ മുഖത്ത് എന്നും കാണാത്ത സന്തോഷവും ഉണ്ടല്ലോ. എന്തു പറ്റി? എന്തോ കോളത്തെ മട്ടുണ്ടല്ലോ അനീഷേട്ടാ. എന്ത് കോള്? ഒരു കോളുമില്ല. അപ്പൊ ഈ സ്വീറ്റ്സ് വെറുതെ വാങ്ങിക്കൊണ്ട് വന്നാണോ? അല്ലല്ല. പിന്നെ എന്റെ രണ്ട് അനിയത്തിമാരുടെയും കല്യാണം നിശ്ചയിച്ചിരിക്കുകയല്ലേ? ആ കല്യാണങ്ങളുടെ മുഴുവൻ ജോലിയുടെയും ചുക്കാൻ പിടിക്കേണ്ട ഞാനല്ലേ? അപ്പൊ ആ ജോലിയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും മധുരം കൊടുത്തിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഒരു സന്തോഷം. മോളെ, സ്വീറ്റ്സ് എടുത്ത് മുത്തശ്ശന് കൊടുത്തേ. എനിക്ക് വേണ്ട.
എനിക്ക് മധുരമൊന്നും കഴിക്കാനാവില്ലല്ലോ. ആ ഉം. അയ്യടാ, വല്ലപ്പോഴും ഒരു തുണ്ട് മധുരമൊക്കെ ആവാം മുത്തശ്ശ. ഒന്ന് പോടാ. ആ മോളെ, മുത്തശ്ശനോട് എടുത്ത് കൊടുക്ക്, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ദേ, ഞാൻ സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, ചെന്നെടുത്തോ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അനീഷേട്ടാ, അല്ല അനീഷേട്ടിന് ശമ്പളം കിട്ടിയില്ല, കയ്യിൽ 1 രൂപ പോലും ഇല്ല എന്നല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പൊ ഈ വാങ്ങിക്കൊണ്ടുവന്ന സ്വീറ്റ്സിനെല്ലാം കൂടെ ചേർത്ത് ഒരു 100-500 രൂപയെങ്കിലും ആയി കാണുമല്ലോ. ഇതൊക്കെ വാങ്ങാനുള്ള പണം അനീഷേട്ടിന് എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ ഉരുളാനൊന്നും നിക്കണ്ട, സത്യം സത്യമായിട്ട് പറയണം. ശമ്പളം കിട്ടിയോ? ഇല്ല, അത് കിട്ടിയില്ല. പിന്നെ അത് ഞാൻ ഒരാളോട് കടം വാങ്ങിയതാ. കടം വാങ്ങിയോ? ആരോട്? ഒരു സുഹൃത്തിനോട്. ഏത് സുഹൃത്ത്? ഒരു സുഹൃത്ത്. സുഹൃത്തിന് പേരില്ലേ? നിനക്കിപ്പോ എന്തൊക്കെ അറിയണം? കടം വാങ്ങി മധുരപലഹാരം വാങ്ങിക്കേണ്ട അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെന്തിനാ കടം വാങ്ങിയേ? എനിക്കിപ്പോ അങ്ങനെ തോന്നി. എന്നിട്ട് എത്ര രൂപയാ കടം വാങ്ങിയേ? അധികമൊന്നുമില്ല, ഒരു 500 രൂപ. ശമ്പളം കിട്ടുമ്പോ അപ്പൊ തന്നെ കൊടുത്തൂടെ? 500 രൂപ മാത്രമേ വാങ്ങിയുള്ളൂ? ആ, അത്രേ ഉള്ളൂ. നീ എന്തിനാ മേശ ഉറക്കുന്നേ? എന്താ ഞാനിത് തുറന്ന എന്താ കുഴപ്പം? നിനക്കിപ്പോ എന്താ വേണ്ടേ? അനീഷേട്ടൻ ഇങ്ങോട്ട് മാറിയുന്നേ, എനിക്ക് എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. മാറി നിക്കങ്ങോട്ട്. ഡിഡി. കടം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ 10-15,000 രൂപയുണ്ടല്ലോ. ഇതെവിടുന്ന് കിട്ടി? ഇതെവിടുന്ന് കിട്ടിയെന്ന്? ഇതും കടം വാങ്ങിയതാണോ? ആണോന്ന്? എന്നിട്ട് 500 രൂപ കടം വാങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.